ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ ഇന്ന് പുറത്തിറങ്ങി. എന്താ വെച്ചാൽ അവളെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, താത്ത അങ്ങ് വരുമോ, ഒന്നല്ലെങ്കിൽ മെറ്റീരിയൽ എടുക്കുക അല്ലെങ്കിൽ റെഡിമെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചു. റെഡ് കളറ് ചുരിദാറാണ്, അവരെന്തോ കളർ കോഡ് എന്തോ ആണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിലുണ്ട് ഒരു ഗുജറാത്തികൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു കോളനിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരൊരുപാട് നായ്ക്കൾ വളർത്തും. ഒരുപാട് തന്നെ, ചിലപ്പോൾ ഒരു 100 ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും അതിലൂടെ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അവരെച്ചാൽ ഈ ഗേറ്റ് ഒന്ന് തുറന്നിട്ടാൽ നമ്മളെ പുറത്തു കൂടെ ആരാ നടക്കുന്നത് വെച്ചാൽ അവർ മേലോട്ട് വരും. ഒരു പേടിയില്ല, നമ്മളെ കടിക്കുക. അങ്ങനെ കടിച്ച ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവം നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്താനായി, ആ ഗേറ്റിൻ്റെ അവിടെ എത്താനായപ്പോൾ പെട്ടെന്ന് ഒരുപാട് നായ്ക്കൾ മുന്നിലൂടെ അങ്ങോട്ട് പാസ് ചെയ്തു. അത് അപ്പുറത്തൊരു പറമ്പുണ്ട്, അപ്പോൾ അങ്ങോട്ടാണ് പോയത്. അവിടെ ആണെങ്കിൽ വേറെ ഒരാളും കാണില്ലേ. അപ്പോൾ അതിനേറ്റ് പറഞ്ഞു, വാ മൂത്താത്ത നമുക്ക് വീട്ടിലോട്ട് തന്നെ പോവാം, നമുക്ക് അപ്പുറത്തോട്ട് വരാറുണ്ട്. അങ്ങനെ തിരിച്ചുമ്പോൾ പിന്നെ എൻ്റെ ഒരു ബൈക്ക് വരുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞ്, അവിടെ നായ്ക്കളുണ്ട്, ഞങ്ങളൊന്ന് അങ്ങോട്ട് ആക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാളിങ്ങനെ ബൈക്കായിട്ട് പതുക്കെ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളവിടെ അപ്പോൾ നായ നമ്മളങ്ങനെ വെള്ളം ഇറക്കി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അയാളുള്ളതുകൊണ്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് കഴിച്ചല്ലേ. പിന്നെ ഞങ്ങൾ അയാളോട് പറഞ്ഞ് അന്ന് പോയിക്കോളും പറഞ്ഞ്, കുറച്ച് ദൂരെ അതുവരെ വന്നിട്ട് അയാൾ. അപ്പോൾ അവരോട് താങ്ക്സൊക്കെ പറഞ്ഞ് അയാളങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ വരുമ്പോഴേ പിന്നെ ഒരു പ്രായമുള്ള ഒരാൾ ഇങ്ങനെ കവറ് പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അയാളോട് പറഞ്ഞ് ഇങ്ങോട്ട് പോകണ്ട, അവിടെ ഗേറ്റ് തുറന്നിട്ടാണ് നായ്ക്കളുണ്ട്. അപ്പോൾ അയാൾ അപ്പം തന്നെ തിരിച്ചു. അയാൾക്ക് ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞ്, വല്ലാത്തൊരു കഷ്ടം, എന്താണ് അവരെ കൊണ്ട് ഭയങ്കര ഇടങ്ങേറാണ്, എന്ത് കംപ്ലൈൻറ്റും കൊടുത്തിട്ടും കാര്യമില്ല. ഞാനിതേമാതിരി ഒരു തവണ പോയിട്ട് അവിടെ കുടുക്കിൽ പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ റിട്ടേൺ വരിക കേട്ടോ. അങ്ങനെ പ്രായമുള്ള ആളാണ്. പിന്നെ ചുറ്റ് വളഞ്ഞ് പോകുമ്പോൾ അയാൾ പോകുമ്പോൾ നമുക്ക് വിഷമമുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒരു 2 ആൾക്കാർ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ അവരെ പോകണം, അവരെ കൂടെ പോയിക്കോ പറഞ്ഞ്. പിന്നെ എന്താ അറിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഓട്ടോ കയറിയിട്ട് അങ്ങനെ പരാഗിലെത്തി. നല്ല മെറ്റീരിയലൊക്കെ ഇട്ട്, അപ്പോൾ നല്ല റേറ്റ്. അപ്പോൾ 1 മീറ്ററിനൊക്കെ ഇങ്ങനത്തെ വർക്കുള്ളതൊക്കെ 750, 1000 അങ്ങനെയൊക്കെയാണ് റേറ്റ്. അങ്ങനെ കുറേ നോക്കി, പക്ഷെ നമ്മൾ എന്തെങ്കിലും കളർ ഉദ്ദേശിച്ച് പോയാൽ തീരെ അതുണ്ടാവില്ല. നമ്മളൊന്നും എടുക്കാണ്ട് വേറെ ആരെങ്കിലും ഒരു തുണക്കോ എന്തെങ്കിലും ആവശ്യത്തിന് പോകുക വെച്ചാൽ നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും. പക്ഷെ നമുക്കൊരാവശ്യം വന്ന് നമുക്ക് എടുക്കാൻ പോയി നമുക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞങ്ങൾ കുറേ വൈറ്റ് നോക്കി, അതിൽ കളറ് മുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ഈ മെറ്റീരിയലിനൊക്കെ 750 ഉറുപ്പ്യാണ് 1 മീറ്ററിന്. പക്ഷെ ഞങ്ങൾ കളറ് മുക്കാൻ പറ്റുമോ ചോദിച്ച് നോക്കിയത് കേട്ടോ. പക്ഷെ പറഞ്ഞ് കല്ലെന്നുള്ളതുകൊണ്ട് പറ്റില്ല അങ്ങനെ പറഞ്ഞു. പിന്നെ റെഡ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ മറ്റേ വർക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ ഞാൻ തന്നെയാണ് അടിച്ചു കൊടുക്കുക. അവൾക്ക് ഡ്രസ്സ് എടുത്ത് ഞാൻ തന്നെ അടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ട് ചെന്നാലും ഞാൻ മക്കൾക്കായാലും വേറെ ആർക്കായാലും തട്ടിക്കൂട്ടി ഞാൻ അടിക്കും. എന്തായാലും ഇൻഷാല്ലാ സ്റ്റിച്ചിങ് ക്ലാസ് ഇവിടെ ഉണ്ട് കുറ്റിച്ചെറിയിൽ. അപ്പോൾ എന്തായാലും പോകണം, ഒന്ന് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളൊരു ബ്ലാക്ക് വേറൊരു ആവശ്യത്തിനൊരു തുണി എടുത്ത് പിന്നെ ഞങ്ങൾ മിഠായി തെരുവിലെത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പുതിയ എന്തോ ഒരു ഷോപ്പ് തുടങ്ങിയത് കണ്ടത്. അങ്ങനെ കണ്ടപ്പോൾ എല്ലാം നല്ല ഇങ്ങനെ വില കുറവായിട്ട് ഭയങ്കര ഇതുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മോതിരം എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്, ബെഡ്ഷീറ്റും അങ്ങനെ. പിന്നെ മോതിരങ്ങളൊക്കെ എല്ലാത്തിനും 20 രൂപ, പിന്നെ ഏതെടുത്താലും 5 രൂപ, ഏതെടുത്താലും 10 രൂപ, അങ്ങനെയൊക്കെ പല പല ഐറ്റംസ് ഉണ്ട്. ബെഡ്ഷീറ്റിനൊക്കെ 3 ഡബിൾ കോട്ട് ബെഡ്ഷീറ്റിന് 3 എണ്ണത്തിന് 500 ഉറുപ്പ്യൊക്കെയാണ് പറയുന്നത്. അടിപൊളി കേട്ടോ. അവിടെ പോയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ഇങ്ങനെ ഇവിടെ നിന്നൊന്ന് വാങ്ങിക്കണം വെച്ചിട്ട് പോയതല്ലല്ലോ, നമുക്കിപ്പോൾ ലക്ഷ്യം ചുരിദാർ മെറ്റീരിയലാണല്ലോ. അപ്പോൾ ഈ കട കണ്ടപ്പോൾ ഒന്ന് കയറി വീഡിയോ എടുത്ത് നോക്കിയതാണ്. പിന്നെ അനിയത്തി 2-3 മോതിരം ഒക്കെ എടുത്ത്. അപ്പോൾ എന്നോട് എടുത്തോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ വരണ്ട്. കുട്ടികളേറ്റ് പോയിട്ട് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ചെറിയ ഐറ്റംസ് ഇഷ്ടപ്പെടുമല്ലോ. എൻ്റെ ചെറിയ മോളൊക്കെ ആണെങ്കിൽ ചെറിയ ബ്രേസ്ലെറ്റ് അങ്ങനെ ചെറിയ സംഭവം കണ്ടല്ലോ, മറ്റേ കീ അങ്ങനെയുള്ള ഒക്കെ അങ്ങനെ പെറുക്കി വെക്കുന്ന ആളാണ്. അതിൻ്റെയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അവളായിട്ട് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊന്നും അടിച്ചില്ല. ഇതൊക്കെ പിന്നെ ഏതെടുത്താലും 5 രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ട് 10 രൂപയും അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഞാൻ ഒന്നും ക്ലിയറായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല, മൊത്തമായിട്ട് ഇങ്ങനെ എടുത്താൽ. പിന്നെ അവിടെ പോയപ്പോൾ ഉണ്ട് അവിടെ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ കണ്ട്. അപ്പോൾ ആ നടിയും ഇങ്ങനെ കമ്മൽ എന്തൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഒരുപാട്. പിന്നെ ഇതാണ് ആൾ.
നിങ്ങൾക്കും കണ്ട് നല്ല പരിചയം ഉണ്ടാവും. നമ്മൾ സീരിയലിൽ കാണുന്ന മാതിരി നല്ല നല്ല ചെറിയൊരു പെൺകുട്ടി കേട്ടോ. നമ്മളൊക്കെ ആ പ്രായത്തിൽ കുറച്ചൊക്കെ മുന്നേ തന്നെ നമ്മൾ കാണാൻ തുടങ്ങി. നമ്മളൊക്കെ പ്രായമുള്ള പോലെ ആയി. ഇവരൊക്കെ ഇപ്പോഴും ചെറുപ്പം പോലെ തന്നെ ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഓരോ നോക്കിയിട്ട് ഇങ്ങനെ മതിയാവണില്ല. നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും റെഡ് കളർ ചുരിദാർ കിട്ടിയില്ല എന്നുള്ള ലക്ഷ്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ ഇങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വഴിയിൽ മോതിരത്തിനൊക്കെ 40ഉം 20ഒക്കെ നല്ല നല്ല ആണുങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ല നല്ല മോതിരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ക്രോക്സ് ഉണ്ടല്ലോ, ക്രോക്സിന് 169 രൂപക്കാണ്. നല്ല നല്ല ഇത്. ഞാനിപ്പോൾ അടുത്ത് മക്കൾക്ക് അവർക്കൊക്കെ എടുത്തത് 500 അങ്ങനെയൊക്കെയുള്ള റേറ്റാണ്. ഇത് പിന്നെ ആണുങ്ങളുടെ ആണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി, ഒന്നും കിട്ടിയില്ല. നല്ല നല്ല ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതും ഭയങ്കര റേറ്റ്, 4 5ഒക്കെ. അപ്പോൾ അവൾ പറഞ്ഞു ആ പൈസ ആയിട്ട് തുണി എടുത്തിട്ട് അതിൽ നല്ല വർക്ക് കൊടുത്തിട്ട് അടിച്ചാൽ മതിയല്ലോ, നമ്മളെ ഉദ്ദേശത്തിലുള്ള ആവുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ അനിയത്തി തന്നെ എൻ്റെ മക്കൾക്ക് വിളിച്ച് പറഞ്ഞ് ഡ്രസ്സ് മാറ്റി നിൽക്കുക, നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ അവർക്ക് മക്കൾ മാറ്റിയാൽ അവിടെ നിന്ന് ഓട്ടോ കിട്ടില്ലല്ലോ. അപ്പോൾ അനിയത്തിനോട് നമ്മൾ പറഞ്ഞ് നമുക്ക് രണ്ടാൾക്കും ഓട്ടോ വിളിച്ചിട്ട് അവരെ പോയിട്ട് എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വരാം. അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ സൂഫിയിലാണ് പോയത് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഒരാൾ പെരിപെരിയും, ഒരാൾ മറ്റേ അൽഫാമും, അങ്ങനെ പലത് വാങ്ങി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഓട്ടോ കിട്ടാനാണ് പണി. അപ്പം ഇങ്ങനെ നടന്ന് എന്തായാലും ബീച്ചിൻ്റെ സൈഡിലാണല്ലോ, അപ്പോൾ അവിടേക്ക് എന്തായാലും ഓട്ടോ കിട്ടുക അറിയാം. അങ്ങനെ അതിലൂടെ പോയി ബീച്ചിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കണ്ട് വീട്ടിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബായ്.